മത്തായിയുടെ സുവിശേഷം 25 അധ്യായം 31 മനുഷ്യപുത്രൻ എല്ലാ ദൂതന്മാരോടും കൂടി മഹത്വത്തിൽ എഴുന്നള്ളുമ്പോൾ അവൻ തൻ്റെ മഹിമയുടെ സിംഹാസനത്തിൽ ഉപവിഷ്ടനാകും. അവന്റെ മുൻപിൽ എല്ലാ ജനതകളും ഒരുമിച്ച് കൂടും. ഇടയൻ ചെമ്മരിയാടുകളെ കോലാടുകളിൽ നിന്ന് വേർതിരിക്കുന്നത് പോലെ അവൻ അവരെ തമ്മിൽ വേർതിരിക്കും. സ്നേഹമുള്ളവരെ, ഒരു ദിനം വരും, ദൈവ തിരുമുമ്പിൽ നിൽക്കുന്നൊരു ദിനം വരും. നാം കണ്ടതിന്, നാം കേട്ട കാര്യങ്ങൾ, നാം ചിന്തിച്ച വിഷയങ്ങൾ, നാം ചെയ്തു കൂട്ടിയ കാര്യങ്ങൾ, മനസ്സിൽ ഭാവന കണ്ട കാര്യങ്ങൾ, ഇവയ്ക്കെല്ലാം ദൈവത്തിനു മുമ്പിൽ കണക്ക് നൽകേണ്ട ഒരു ദിനം വരുമെന്നത് ഉറപ്പാണ്. അതാരുമായിക്കൊള്ളട്ടെ, എത്ര ഉന്നതനായിക്കൊള്ളട്ടെ, എത്ര താഴ്ന്നവനായിക്കൊള്ളട്ടെ, ദൈവത്തിനു മുമ്പിൽ ഇങ്ങനെ ഒരു അഭിമുഖമായി നിന്ന് ജീവിതത്തിൻ്റെ വിലയിരുത്തൽ നടത്തുന്നൊരു അവസ്ഥ വരുമ്പോൾ ഈ വേർതിരിക്കപ്പെട്ട ഗണത്തിലേക്ക് നീ മാറും. സ്നേഹമുള്ളവരെ, അങ്ങനെ ദൈവത്തിനുമുമ്പിൽ നിൽക്കുന്നൊരവസ്ഥയെ ഇപ്പോഴേ നമ്മൾ കാണണം. ഇപ്പോൾ മുതൽ ആ ഒരു സ്വപ്നം, ആ ഒരു ദിവസം മുൻപിലുണ്ട് എന്ന് തിരിച്ചറിവോടെ മുൻപോട്ട് നീങ്ങണം. ദൈവത്തിനുമുമ്പിൽ നിൽക്കുമ്പോൾ നീതിനിഷ്ഠരായി, നന്മയുള്ളവരായി, ദൈവത്തിനു മുമ്പിൽ നട്ടല് നിവൃത്തി നിൽക്കാൻ, കൃപയുള്ളവരായി നിൽക്കാനുള്ള തൻ്റെ ഇടവും ആർജവത്വം വിശുദ്ധിയും കൃപയും ഈ ഭൂമിയിൽ വെച്ച് ആർജിക്കുവാനുള്ള ശ്രദ്ധ നമുക്കുണ്ടാവണ്ടേ. ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ.